പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ തെറ്റിപ്പിരിയുകയാണ്. ട്രംപിന് യുദ്ധം നിർത്താൻ നല്ല മനസ്സുണ്ട് എന്നിരിക്കെ അത് പറ്റില്ല എന്ന് പറയുന്ന ഇസ്രായേലിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അമേരിക്ക ചില തീരുമാനങ്ങൾ എടുക്കാൻ ഒരുങ്ങുകയാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ടെലിഫോൺ സംഭാഷണം അതീവ സംഘർഷഭരിതമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലബനനുമായി നേരിട്ടുള്ള വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ നിർണായക നീക്കവും ഫോൺ സംഭാഷണവും. ലബനനുമായി ചർച്ചയ്ക്ക് ഇസ്രായേൽ തയ്യാറായില്ല എങ്കിൽ അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന കർശനമായ മുന്നറിയിപ്പും താക്കീതും ട്രംപ് നൽകിയതാണ് വാർത്തകൾ വരുന്നത്. അതോടെ ഇസ്രായേൽ കീഴടങ്ങുകയാണ് യഥാർത്ഥത്തിൽ. സത്യത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ ഇറാനെ ഇല്ലാതാക്കി സർവാധിപത്യം ഉണ്ടാക്കാമെന്ന് കരുതിയവർ ഇപ്പോഴിതാ തമ്മിൽ തല്ലി പരാജയം സമ്മതിക്കുന്നതോടെ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. മധ്യസ്ഥ ചർച്ചകൾക്കിടെ അമേരിക്കയും ഇസ്രായേലും ഐക്യമില്ലാതെയായി മാറുമ്പോൾ അവിടെ ചർച്ചകൾ പരാജയപ്പെടുകയല്ല, മറിച്ച് അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇസ്രായേൽ ഈ ചർച്ചകൾക്കെല്ലാം പിന്തുണ നൽകേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ലെബനിലെ ആക്രമണങ്ങൾ കുറയ്ക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചയിലും ട്രംപ് പല തവണ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 303 പേർ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനൊരു ആവശ്യം ട്രംപ് മുന്നോട്ട് വച്ചത്. ആ ലെബനെ ഇറാൻ്റെ വെടിനിർത്തൽ പാക്കേജിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് നെതന്യാഹു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ് ഉള്ളത്. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന വലിയ പ്രതിഷേധവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിടുമെന്ന ഒരു ഭയവുമൊക്കെ ട്രംപിനെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ആഗ്രഹം ഇസ്രായേലിനെ പല തീരുമാനങ്ങൾക്കും പ്രേരിപ്പിച്ചു. ഒടുവിൽ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. അതോടുകൂടി ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള സംഭാഷണം വളരെ മോശമായി എന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഉരസലിനെക്കുറിച്ച് വൈറ്റ് ഹൗസ് തന്നെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ അതിനിർണായകമായ ഒരു വഴിത്തിരിവിലാണ് ഈ ടെലിഫോൺ സംഭാഷണം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് പാകിസ്ഥാനിൽ നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ച അത് വിജയമാകാനും യുദ്ധം ഒരുപക്ഷെ നിർത്താനും സാധ്യതകളേറെ കാണുന്നു. ഇറാൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ മടിയുണ്ടെങ്കിൽ അത് പറയാതെ തന്നെ എത്രയും വേഗം യുദ്ധം നിർത്തി രക്ഷപ്പെടാൻ തന്നെയായിരിക്കും അമേരിക്കയുടെ താൽപ്പര്യം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഈ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും മനസ്സിലാകുന്നത്.